റിപ്പോർട്ട് ബ്രേക്കിംഗ്. UDF-ൽ ചേക്കേറാനുള്ള RJDയുടെ നീക്കങ്ങൾ പരാജയപ്പെട്ടു. LDF-ൽ തന്നെ തുടരാനാണ് തീരുമാനം. ഇത്തവണ 4 സീറ്റുകൾ ആവശ്യപ്പെടും. കോവളം സീറ്റിലാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. MP ശ്രേയാംസ്കുമാറിന് പകരം കൽപ്പറ്റയിൽ പുതുമുഖത്തെ ഇറക്കാനും തീരുമാനമായി. സിനോജ് തോമസ് പേരുമായി. സിനോജ്, ഇപ്പോൾ കൂടുതൽ സീറ്റ് എന്ന ആവശ്യം LDF-ൽ മുന്നിൽ വെച്ചോ, അത് അംഗീകരിക്കപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത് സിനോജ്? സ്മൃതി, LDF അംഗീകരിച്ചിട്ടില്ല. 4ാമത്തെ സീറ്റായി കോവളം ആവശ്യപ്പെടും. പക്ഷേ കോവളം നിലവിൽ JDS-ന്റെ സീറ്റാണ്. അതുകൊണ്ട് തന്നെ അത് വിട്ട് കിട്ടുകയും പ്രയാസമായിരിക്കും. പക്ഷേ കൂത്തുപറമ്പ്, വടകര, കൽപ്പറ്റ ഇതിന് പുറമെയാണ് കോവളം കൂടി RJD അധികമായി ചോദിക്കുന്നത്. UDF-മായി ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ആവശ്യങ്ങൾ പൂർണ്ണമായും UDF അംഗീകരിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് വടകര സീറ്റ് KK രമ മത്സരിക്കുന്ന സീറ്റാണ്. അത് വിട്ടുകൊടുക്കാൻ UDF തയ്യാറായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് LDF-ൽ തുടരാൻ RJD തീരുമാനിച്ചത്. വടകരയിൽ MP ശ്രേയാംസ്കുമാർ തന്നെ മത്സരിക്കണമെന്നാണ് CPM-ന്റെ താല്പര്യം. ആ താല്പര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ MP ശ്രേയാംസ്കുമാർ RJD വടകരയിൽ മത്സരിക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ല. എലത്തൂർ നൽകുകയാണെങ്കിൽ, NCPയുടെ എലത്തൂർ നൽകുകയാണെങ്കിൽ മണ്ഡലം വേണമെങ്കിൽ വെച്ച് മാറാം, വടകര CPM-ന് നൽകാമെന്നൊരു താല്പര്യം കൂടി RJD മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കൂത്തുപറമ്പിൽ KP മോഹനൻ വീണ്ടും മത്സരിക്കാനുള്ള ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രാദേശികമായ എതിർപ്പുകളുണ്ട്. അവിടെ മറ്റ് സ്ഥാനാർത്ഥികളെ തേടുന്നുണ്ട്. അല്ലെങ്കിൽ 2011 മുതൽ മത്സരിക്കുന്ന KP മോഹനൻ തന്നെയായിരിക്കും കൂത്തുപറമ്പിൽ വീണ്ടും മത്സരത്തിനിറങ്ങുക. സ്മൃതി, ശരി.